ഉഷ, ഇന്ന് ഒരു വിപ്ലവകരമായ ദിവസമായി കുറേ പേരെങ്കിലും കാണുന്നു. ഇന്നത്തെ ദിവസത്തിൽ കുറേ പേരെങ്കിലും ആശ്വസിക്കുന്നു. പ്രതീക്ഷ നൽകുന്ന ദിവസമാണെന്നും AMMA എന്ന സംഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇനി തുടക്കമാകുമെന്നും പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉഷ ഹസീന ഏതിൽ പെടും? ഗണേഷ് കുമാർ വിഭാഗത്തിലാണോ അതോ പ്രതീക്ഷ ഉള്ളവരുടെ വിഭാഗത്തിലാണോ? ഞാൻ അമ്മ എന്ന സംഘടനയെ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. അമ്മ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ഗണേശേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ നേരത്തെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഈ ആരോഗ്യ ഇൻഷുറൻസ് ആണെങ്കിലും കൈനീട്ടമാണെങ്കിലും ഒക്കെ അമ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഘടന കുഴപ്പമാണെന്നോ സംഘടന വേണ്ടാന്നോ, സംഘടന നിലനിൽക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. സംഘടനയിൽ ഉള്ള കാലാകാലങ്ങളിലായിട്ടുള്ള ചില ആൾക്കാർ, സംഘടനയിൽ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗമായി വരുന്ന ചില ആൾക്കാരുടെ കുഴപ്പങ്ങളാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സംഘടന നശിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. സംഘടന നശിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പോയവരാണെങ്കിലും അതിൽ മാറ്റമാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉഷയെ സംബന്ധിച്ച് ഉള്ള പ്രതീക്ഷ എന്താണ്? പുതിയ തലമുറയിലുള്ള ആൾക്കാർ, എപ്പോഴും ലാലേട്ടൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, പുതിയ തലമുറയിലുള്ള ആൾക്കാർ വരൂ, നിങ്ങൾ വരൂ, നിങ്ങളാണ് ഇനി ഇത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. കഴിഞ്ഞ കുറേ ജനറൽ ബോഡിയായിട്ട് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ പുതിയ തലമുറയിലുള്ള ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അത്രയും ഉത്തരവാദിത്വത്തോടുകൂടി ഇപ്പോൾ ലാലേട്ടനോ മമ്മൂക്കയോ ഒക്കെ കൊണ്ടുപോകുന്നത് പോലെ ഉത്തരവാദിത്വത്തോടുകൂടി കൊണ്ടുപോകാൻ അവർ തയ്യാറല്ലായിരുന്നു. ആരും വന്നില്ലായിരുന്നു. അപ്പോൾ ഇനി അവർ വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വന്ന് പുതിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. സ്ത്രീ അംഗങ്ങളായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരുന്നവരും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും, അത് എല്ലാവരും കേട്ടോ, ആ ഭരണസമിതിയിൽ വരുന്ന എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുവാനും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും, മുഖം നോക്കാതെ സ്ത്രീകൾ പറയുന്ന കംപ്ലൈൻറ്റിന് അനുകൂല നടപടി എടുക്കുവാനും ഒക്കെ പ്രാപ്തിയുള്ള സ്ത്രീകളും വരണം. അപ്പം ഭാരവാഹികളായിട്ട് വരുന്നവരും പുതിയ തലമുറയിലുള്ളവർ വരുന്നവരും ഞാൻ അങ്ങനെ ഉള്ള നിലപാടും തീരുമാനം എടുക്കണം എന്നാണ്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട്. ഏതായാലും ഞങ്ങൾ ആരും സംഘടന നശിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. സംഘടന നിലനിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.